അങ്ങനെ ബാർകോഡ് സിസ്റ്റം വഴിയുള്ള UG പ്രോഗ്രാമിൻ്റെ റിസൾട്ടുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആദ്യമായി വന്നത് 5ാം സെമസ്റ്റർ റെഗുലർ വിദ്യാർത്ഥികളുടെ റിസൾട്ടുകളാണ്. പലരും അത് നോക്കിയിട്ടുണ്ട്, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. പല വിദ്യാർത്ഥികളോട് നമ്മൾ ചോദിച്ചിരുന്നു പണ്ടത്തെ വാല്യുവേഷനും ബാർകോഡ് സിസ്റ്റം വഴിയുള്ള വാല്യുവേഷനും എങ്ങനെയുണ്ടെന്ന്. മെജോറിറ്റി വിദ്യാർത്ഥികൾ പറഞ്ഞത് നല്ല തന്നെയാണ്, മാർക്ക് കൂടിയിട്ടൊക്കെ ഉണ്ട്, മാർക്ക് അത്ര കുറഞ്ഞിട്ടൊന്നുമില്ല. എന്നാൽ ചില വിദ്യാർത്ഥികൾ പറഞ്ഞിരുന്നു ഞങ്ങളുടെ റിസൾട്ട് വിത്ത് ഹെൽഡാണ്, നോട്ട് കറൻ്റ്ലി അവൈലബിൾ എന്നൊക്കെ കാണിക്കുന്നുണ്ട്, അതെന്താണെന്നൊക്കെ ചോദിച്ചിരുന്നു. നിങ്ങളുടെ റിസൾട്ട് അവൈറ്റിംഗ് ആയിരിക്കും, ടാബുലേഷൻ വർക്കും കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷേ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവില്ല റിസൾട്ട്, അതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾ ആബ്സെൻ്റ് ആണ് ചെക്ക് ചെയ്യുക ഒന്ന്. രണ്ടാമത് നിങ്ങൾ തോറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷൻ കൊടുക്കാം. വിത്ത് ഹെൽഡ് ആണെങ്കിൽ ആദ്യം വെയിറ്റ് ചെയ്തിട്ട് പിന്നെ സുവേഗ നമ്പർ വിളിച്ച് കോൺടാക്റ്റ് ചെയ്യാം. ഏത് റിസൾട്ട് വരുമ്പോഴും ഇങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ വരാറുണ്ട്. വിത്ത് ഹെൽഡ്, കറൻ്റ്ലി നോട്ട് അവൈലബിൾ, ദെൻ ആബ്സെൻ്റ്, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ 1-2 ദിവസം വെയിറ്റ് ചെയ്തിട്ട് ഉടനടി തന്നെ ഒരു മെമ്മറാൻഡമോ വിളിച്ച് ചോദിക്കലോ കോളേജ് വഴിയുള്ള അന്വേഷണമൊക്കെ നടത്തി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ റിസൾട്ട് വരും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പറയുന്നത് 19 ദിവസത്തിനുള്ളിൽ, കേവലം 19 ദിവസത്തിനുള്ളിലാണ് നിങ്ങളുടെ റിസൾട്ട് വന്നത്. നമ്മൾ തന്നെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ജനുവരി 1st വീക്കിൽ വരുമെന്നാണ്. എന്നാൽ യൂണിവേഴ്സിറ്റി അടയ്ക്കുന്നതിന് മുമ്പ്, ക്രിസ്മസ് വെക്കേഷനെ അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ റിസൾട്ടുകൾ വന്നിട്ടുണ്ട്. അത് നല്ലൊരു ചുവടുവെപ്പാണ്. തുടർന്നുള്ള പരീക്ഷകളിലും എത്രയും പെട്ടെന്ന് നിങ്ങളുടെ റിസൾട്ടുകൾ വരട്ടെ, ഇതിനുവേണ്ടി കാത്തിരിക്കാം. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.